വ്യാപാര ബന്ധത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴത്തെ പ്രധാന വിഷയം ഇന്ത്യയാണ്. ഇന്ത്യയുടെ നടപടികളെ ആകെ വിമർശിച്ചു, എന്നിട്ടും ഒരു മാറ്റവുമില്ല. പിന്നെ അങ്ങ് ഭീഷണിയുമായി എത്തി. അതായത് റഷ്യയുമായി ഇന്ത്യക്ക് ഒരിടപാടും പാടില്ല. അതാണ് ട്രംപിന്റെ ആവശ്യം. എന്നാൽ അമേരിക്കയ്ക്ക് റഷ്യയുമായി വ്യാപാരം തുടരുകയും വേണം. ട്രംപിന്റെ ആവശ്യം ഇന്ത്യ റഷ്യയുമായി വ്യാപാരം പാടില്ല എന്നതിനാണ്. അതിനുള്ള മറുപടി കൃത്യമായി കഴിഞ്ഞ ദിവസം ഇന്ത്യ നൽകുകയും ചെയ്തു. എന്തായാലും അമേരിക്കയ്ക്ക് ആ മറുപടി കൊള്ളേണ്ടിടത്ത് കൊള്ളുകയും ചെയ്തു. അതുകൊണ്ടാണ് യുഎസിന്റെ ആക്ഷേപങ്ങൾക്ക് ഇന്ത്യ നൽകിയ മറുപടി ഡൊണാൾഡ് ട്രംപ് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ യുഎസിന്റെ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കൃത്യമായി മറുചോദ്യങ്ങളുമായി രംഗത്ത് വന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്നതിനിടയിലും അമേരിക്ക അവരിൽ നിന്ന് യുറേനിയം ഹെക്സാലുറൈഡ്, രാസവളങ്ങൾ, മറ്റ് രാസവസ്തുക്കൾ എന്നിവ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഉന്നയിച്ച വിഷയങ്ങളിൽ വിവാദം തുടരുന്നതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപ് അവിടെയും ഇവിടെയും തൊടാതെയുള്ള ഒഴുക്കൻ മറുപടി നൽകിയിരിക്കുന്നത്. ANI ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി ട്രംപ് തനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നും അത് ഞാൻ പരിശോധിക്കേണ്ടി വരുമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. റഷ്യയുമായി അമേരിക്ക വ്യാപാരം നടത്തുന്നുണ്ടെന്ന് ആരോപിച്ചുകൊണ്ടാണ് ട്രംപിന്റെ തീരുവ ഭീഷണികളോട് ഇന്ത്യ അതേ ഭാഷയിൽ പ്രതികരിച്ചതിന് ശേഷമാണ് ട്രംപിന്റെ മറുപടി. ഇന്ത്യയുടെ ഇറക്കുമതി വിപണി ആവശ്യങ്ങളെയും ഊർജ സുരക്ഷയും അടിസ്ഥാനമാക്കി ഉള്ളതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പങ്കുവച്ച പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ പരമ്പരാഗത വിതരണ യൂറോപ്പിലേക്ക് വഴിതിരിച്ചുവിട്ട ശേഷമാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയതെന്നും വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആഗോള ഊർജ വിപണിയുടെ സ്ഥിരത ശക്തിപ്പെടുത്തുന്നതിനായി അക്കാലത്ത് അമേരിക്ക ഈ ഇറക്കുമതിയെ സജീവമായി പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇന്ത്യയുടെ ഇറക്കുമതി ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് താങ്ങാവുന്ന ഊർജ ചെലവുകൾ ഉറപ്പാക്കാനുള്ളതാണ്. ഇത് ആഗോള വിപണി സാഹചര്യങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ആവശ്യകതയാണെന്നും വിദേശകാര്യ മന്ത്രാലയം പറയുന്നുണ്ട്. ഇതിനൊപ്പമാണ് യുഎസിനെതിരെ അവർ വാക്കുകൾ കൊണ്ട് വാളെടുത്തത്. ഇന്ത്യയെ വിമർശിക്കുന്ന രാജ്യങ്ങൾ തന്നെ റഷ്യയുമായി വ്യാപാരം നടത്തുന്നുണ്ട് എന്നായിരുന്നു മന്ത്രാലയത്തിന്റെ വെളിപ്പെടുത്തൽ. ഞങ്ങളുടെ കാര്യത്തിൽ നിന്നും വ്യത്യസ്തമായി ആ രാജ്യങ്ങൾക്ക് അത്തരം വ്യാപാരം ഒരു സുപ്രധാന ദേശീയ ആവശ്യകതയല്ല എന്നായിരുന്നു പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയത്. റഷ്യയും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാരമാണ് ഇന്ത്യ എടുത്തു പറഞ്ഞത്. ആണവ വ്യവസായത്തിനായി യുറേനിയം ഹൈസാലുറൈഡ്, EV വ്യവസായത്തിനായി പല്ലേഡിയം, രാസവളങ്ങൾ, രാസവസ്തുക്കൾ എന്നിവ അമേരിക്ക റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് തുടരുകയാണെന്നും സർക്കാർ വ്യക്തമാക്കി. ഈ സവിശേഷ പശ്ചാത്തലത്തിൽ ഇന്ത്യ ലക്ഷ്യമിടുന്നത് തികച്ചും നീതീകരിക്കാനാവാത്ത യുക്തിരഹിതവുമാണ് എന്നും കേന്ദ്രം വ്യക്തമാക്കി. ഏതൊരു പ്രധാന സമ്പദ് വ്യവസ്ഥയെ പോലെ ഇന്ത്യയും അതിന്റെ ദേശീയ താൽപര്യങ്ങൾക്കും സാമ്പത്തിക സുരക്ഷയും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം യുഎസിന് മറുപടി നൽകി. 2024 യൂറോപ്യൻ യൂണിയനും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 67.5 ബില്യൺ യൂറോ മൂല്യമുള്ള സാധനങ്ങളും 16.5 ദശലക്ഷം ടൺ LNG ഉണ്ടായിരുന്നതായും ഇന്ത്യ ചൂണ്ടിക്കാട്ടി. നേരത്തെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്താനുള്ള US സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഇന്ത്യ വിസമ്മതിച്ചതോടെയാണ് ട്രംപ് നിലപാട് കടുപ്പിച്ചത്. ഇന്ത്യ വലിയ അളവിൽ റഷ്യൻ എണ്ണ വാങ്ങുക മാത്രമല്ല, വാങ്ങിയ എണ്ണയുടെ ഭൂരിഭാഗവും വലിയ ലാഭത്തിൽ തുറന്ന വിപണിയിൽ വിൽക്കുകയും ചെയ്യും. റഷ്യൻ യുദ്ധയന്ത്രം എത്ര പേരെ യുക്രൈനിൽ കൊല്ലുന്നു എന്നതിനെ കുറിച്ച് അവർക്ക് യാതൊരു ധാരണയും കരുതലുമില്ല എന്നായിരുന്നു ട്രംപിന്റെ ആക്ഷേപം. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരായ തീരുവ വർദ്ധിപ്പിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ US ഭീഷണിക്ക് വഴങ്ങില്ല എന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, റഷ്യൻ എണ്ണ ഇറക്കുമതിക്ക് ഇതുവരെയും നിരോധനമോ മറ്റു നടപടികളോ ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുമില്ല. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ നീളുകയാണ്. അതിനിടെയാണ് യുഎസിനെ കടുത്ത ഭാഷയിൽ റഷ്യ ഇക്കാര്യത്തിൽ വിമർശിക്കുന്നത്. അത്തരം ഭീഷണികൾ നിയമവിരുദ്ധമാണെന്നും റഷ്യൻ പ്രസ് സെക്രട്ടറി ദിമിത്രി പെസ്കോവസ് വ്യക്തമാക്കുന്നുണ്ട്. രാജ്യങ്ങൾക്ക് അവരുടെ വ്യാപാര പങ്കാളികളെ തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ടെന്നും റഷ്യയുടെ വ്യാപാര പങ്കാളികൾക്കെതിരായ സമ്മർദ്ദം ഭീഷണിയും കണക്കാക്കില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. യുഎസിൽ നിന്നും ട്രംപിന്റെ നടപടിക്ക് എതിർപ്പ് ഉയർന്നു എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ചൈനയ്ക്ക് ഇളവ് നൽകിയിട്ട് യുഎസിന്റെ ഏറ്റവും ശക്തമായ കൂട്ടാളികളായ ഇന്ത്യയുമായുള്ള ബന്ധം നശിപ്പിക്കരുത് എന്നായിരുന്നു റിപ്പബ്ലിക് നേതാവ് കൂടിയായ നിക്കി ഹാലി കുറിച്ചത്. ചൈനയ്ക്ക് 90 ദിവസത്തെ തീരുവ ഇളവ് നൽകിയത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹാലിയുടെ പ്രതികരണം വന്നത്.
ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച